الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്നലെ നാം സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ് വിശദീകരിച്ചത്. അതിനെ തുടർന്ന് 61-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് വിശദീകരിക്കാനുള്ളത്. 61-ാമത്തെ ആയത്ത് സ്വാഭാവികമായും അല്പം ദൈർഘ്യമുള്ള ആയത്താണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായിരുന്നാലും ശ്രവിക്കുക. കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. أعوذ بالله من الشيطان الرجيم. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. وإذ قلتم يا موسى لن نصبر على طعام اخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون
يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം അതിനെ ഓർക്കുക. യാ മൂസ, മൂസ, ലൻ നസ്ബിറ, ഞങ്ങൾ സഹിക്കുകയില്ല തന്നെ, അലാ തആമിൻ, ഭക്ഷണത്തിന്മേൽ, വാഹിദിൻ, ഒരേ ഭക്ഷണത്തിന്മേൽ, ഫദ്ഉ, അതിനാൽ താങ്കൾ പ്രാർത്ഥിക്കുക, ലന, ഞങ്ങൾക്കു വേണ്ടി, റബ്ബക, നിന്റെ രക്ഷിതാവിനോട്, താങ്കളുടെ റബ്ബിനോട്, യുഖ്രിജ് ലന, അവൻ ഞങ്ങൾക്ക് പുറപ്പെടുവിപ്പിച്ചു തരട്ടെ, ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിമ്മാ തുംബിതു, മുളപ്പിക്കുന്നതിൽ നിന്ന്, അൽ അർദു, ഭൂമി, മിൻ ബഖ്ലിഹ, അതിലെ ഇലക്കറിയിൽ നിന്ന്, വഖിസ്സാഇഹ, അതിലെ കക്കിരി അല്ലെങ്കിൽ വെള്ളരിയിൽ നിന്ന്, വഫൂമിഹ, അതിലെ ഗോതമ്പിൽ നിന്ന്, വഅദസിഹ, അതിലെ പയർ വർഗ്ഗങ്ങളിൽ നിന്ന്, വബസലിഹ, അതിലെ ഉള്ളിയിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം ആവശ്യപ്പെടുകയോ, അല്ലദീ, യാതൊന്നിനെ, ഹുവ അദ്ന, അത് കൂടുതൽ താണതാണ്, ബില്ലദീ ഹുവ ഖൈർ, ബില്ലദീ, യാതൊന്നിന് പകരം, ഹുവ ഖൈറുൻ, ഹുവ ഖൈറുൻ, അത് ഉന്നതമാണ്, കൂടുതൽ നല്ലതാണ്. ഇഹ്ബിതു, നിങ്ങൾ ഇറങ്ങുവിൻ, മിസ്റൻ, ഒരു പട്ടണത്തിൽ, വല്ല നഗരത്തിലും, ഫഇന്ന ലക്കും, എന്നാൽ നിശ്ചയമായും നിങ്ങൾക്കുണ്ടാകും, മാ സഅൽതും, നിങ്ങൾ ചോദിച്ചത്, വദുരിബത്, അടിക്കപ്പെടുകയും ചെയ്തു, അലൈഹിമു, അവരുടെ മേൽ, അദ്ദില്ലത്തു, നിന്ദ്യത, വൽമസ്കന, നിർഗതിയും, വബാഉ, അവർ മടങ്ങുകയും ചെയ്തു, ബിഗളബിൻ, കോപം കൊണ്ട്, മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള, ദാലിക, അത്, ബി അന്നഹും കാനു, അവർ ആയിരുന്നത് കൊണ്ടാണ്, യക്ഫുറൂന, അവർ അവിശ്വസിക്കും, ബി ആയാത്തില്ലാഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, വയഖ്തുലൂന, അവർ കൊല്ലുകയും ചെയ്യും,
അന്നബിയീന പ്രവാചകന്മാരെ ബിഗൈരിൽ ഹഖ് ന്യായം കൂടാതെ, ദാലിക അത് ബിമാ അസൗ അവർ അനുസരണക്കേട് ചെയ്തത് കൊണ്ടാണ്, വക്കാനു അവർ ആയിരുന്നതും കൊണ്ടാണ്, യഅ്തദൂൻ അതിര് കവിയും, വക്കാനു അവർ ആയിരുന്നതുമാണ്, യഅ്തദൂൻ അവർ അതിർ കവിയുകയും ചെയ്യും. ഈ ആയത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബനു ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നല്ല വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ നൽകിയിരുന്നു. പക്ഷെ അവർക്കതൊന്നും പോരാ. അതുകൊണ്ട് അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. വഇദ് ഖുൽതും യാ മൂസ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, യാ മൂസ, മൂസ, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ, ഒരേതരം ഭക്ഷണത്തിന്മേൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല, ഒരിക്കലും ക്ഷമിക്കാൻ സാധ്യമല്ല. ഫദ്ഉ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബക, നിന്റെ രക്ഷിതാവിനോട്, യുഖ്രിജ് ലനാ, അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ, മിമ്മാ തുൻബിതുൽ അർദു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന്, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് നിന്റെ റബ്ബ് ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് റബ്ബിനോട് നീ പ്രാർത്ഥിക്കുക. എന്തൊക്കെയാണ്? മിൻ ബഖ്ലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഭൂമിയിലെ ചീര അല്ലെങ്കിൽ ഇലക്കറികൾ, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായ അത് മുളപ്പിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരട്ടെ എന്നർത്ഥം. ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, അദ്ദേഹം പറഞ്ഞു, കൂടുതൽ ഉത്തമമായുള്ളതിന് പകരം നിങ്ങൾ താണതായുള്ളതിനെ ആവശ്യപ്പെടുകയാണോ? ഇഹ്ബിതു മിസ്റൻ, നിങ്ങളൊരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക. ഫഇന്ന ലക്കും മാ സഅൽതും, അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വദുരിബത് അലൈഹിമുദ് ദില്ലത്തു വൽ മസ്കന, നിന്ദതയും നിർഗതിയും അവരുടെ മേൽ അടിക്കപ്പെടുകയും ചെയ്തു. ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപവും കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു. അവസാനം നേടിയത് അതാണ് എന്നർത്ഥം. ذلك بأنهم كانوا يكفرون بآيات الله, അത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവർ അവിശ്വസിക്കുകയും ويقتلون النبيين بغير الحق, ന്യായമില്ലാതെ നബിമാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത് നിമിത്തമാകുന്നു. ذلك بما عصوا وكانوا يعتدون, അതെ, അവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം ചെയ്ത് പ്രവർത്തിച്ചിരുന്നതും നിമിത്തമാകുന്നു. വഇദ് ഖുൽതും, സാധാരണ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിലായി ഈ സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക. വാവ് ഹർഫാത്തിഫാണ്. ഇത് എന്നത് വർഫ് സമാൻ മാദി മബ്നിയുൻ അല സുകൂൻ, في محل نصب مفعول به എന്താണ് ഇത് എന്ന് പറയുന്നത്? ظرف زمان ماضي مبني على السكون في محل نصب مفعول به. എങ്ങനെയാണ് മഫ്ഊൽ ബിഹി ആകുന്നത്?
لفعل محذوف تقديره خذ. വഇദ് എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. വഇദ് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തെ ഓർക്കുക എന്ന. വദ്കുർ ഇദ് എന്നാണത്. അവിടെ ഒരു ഉദ്കുർ എന്ന ഒരു ഫിഅലുണ്ട്, അത് മഹദൂഫാണ്, അത് ലോപിക്കപ്പെട്ടു പോയതാണ്. വദ്കുർ ഇദ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതൊരു പ്രയോഗമാണ്. വഇദ് എന്ന് പറഞ്ഞാൽ തന്നെ വദ്കുർ ഇദ് എന്ന അർത്ഥമാണ് ലഭിക്കുന്നത് എന്നർത്ഥം. ഇദ് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലായോ? വഇദ് എന്നത് മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരുന്നത്. സന്ദർഭത്തെ ഓർക്കുക. ഖുൽതും ഖുൽ ഫിഅൽ മാദി മബ്നി അല സുകൂൻ അല്ലേ? തും എന്ന് പറയുന്നത് ളമീർ മബ്നിയുൻ അല ദ്ദമ്മി അല സുകൂനി. في محل رفع فاعل لا ثم لا ثم എന്നാണ് ശ്രദ്ധിക്കുക. وإذ قلتم يا موسى يا എന്താണ്? ഹർഫ് ഹർഫ് നിദാ. എന്താണ്? ഹർഫ് നിദാ ആണ്. യാ ഹർഫ് നിദാ. وإذ قلتم يا موسى മൂസ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി മാറുന്നു? ഹർഫ് നിദാന് ശേഷമുള്ള ഇസ്മ മുനാദയാണ്. ഫി മഹല്ല് നസ്ബാണ് അല്ലേ? മുനാദ നസ്ബിന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. മുനാദ മൻസൂബ് മബ്നിയുൻ അല ദ്ദം അല്ലേ? അൽ മുഖദ്ദർ. മൂസ എന്ന് പറയുമ്പോൾ മൂസ എന്ന് നമ്മൾ സാ എന്ന ഫത്ഹിലാണ് അത് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്മ എന്താകുന്നു? ളമ്മുൽ മുഖദ്ദറാണ്. ശരിയാണ്. അപ്പോ യാ മൂസ ലൻ നസ്ബിറ എന്നാണ്. ലൻ എന്നത് ഹർഫാണ്. എന്തിനുള്ള ഹർഫാണ്? നവാസിബിൽപ്പെട്ടതാണ്. അപ്പം ഹർഫ് നസ്ബ് അതുപോലെ തന്നെ നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വനഫി എന്ന് പറയാം. ഹർഫ് നസ്ബാണ്, വനഫിയാണ്. ഹർഫ് നസ്ബാണ്, വനഫിയാണ് ലന്ന്. അതോടൊപ്പം തന്നെ അതിനെ ഭാവിയിലേക്കുള്ള നിഷേധത്തിന് ഉപയോഗിക്കുന്ന ഒരു ഹർഫ് കൂടിയാണത്. ഭാവിയിലേക്കുള്ള നിഷേധത്തിനാണ്, പക്ഷെ അത് ഭാവിയിലേക്കുള്ളത് കൂടിയാണ്. അപ്പൊ അത് വസ്തിഖ്ബാൽ എന്ന് കൂടി പറയും. ലന്നിനെ കുറിച്ച് പറയുമ്പോൾ ഹർഫ് നസ്ബ് വനഫി വസ്തിഖ്ബാൽ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൻ നസ്ബിറ, ഞങ്ങൾ ക്ഷമിക്കുകയേ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്നർത്ഥം. അങ്ങനെ ലൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് പറയുമ്പോൾ
അത് ആ ഫിയൽ അതിന് ശേഷം വരുന്ന ഫിയൽ മുലാരിന്റെ മുമ്പിലാണ് ഈ ലന്ന് വരിക. ഫിയൽ മുലാരിയുടെ മുമ്പിലാണ് ലന്ന് വരിക. ലന്ന് ഫിയൽ മാദിയുടെ മുമ്പിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഫിയൽ മുലാരി അതിന് ശേഷം വരുന്ന ഫിയൽ മുലാരി അത് ഇസ്തിഖ്ബാലിന്റെ സീഗയിലാണ് വരുന്നത്, ഇസ്തിഖ്ബാലിന്റെ രൂപത്തിലാണ്. അതായത് പിന്നെ ഭാവിയിലെ ഒരിക്കലും സംഭവിക്കില്ല എന്ന അർത്ഥത്തിലാണ് ഇത്. അപ്പൊ ഹർഫു നസ്ബ് വനഫി വസ്തിഖ്ബാൽ എന്താണ് പറയുക? ലൻ നസ്ബിറ, ലൻ നസ്ബിറ. ഇവിടെ അതിന് ശേഷം വരുന്ന ഫിഅൽ മുളാരിഅനെ നസ്ബ് ചെയ്യും. ഏത്? ലൻ. ലൻ എന്നപ്പെട്ടതാണ് നസ്ബിന്റെ ഹർഫാണ്. അതിന് ശേഷം വരുന്ന ഫിഅൽ മുളാരിഅനെ നസ്ബ് ചെയ്യും. അതുകൊണ്ടാണ് നസ്ബിറു എന്നത് നസ്ബിറ എന്നായി മാറിയത്. ഇവിടെ സ്വബറ, സ്വബറ യസ്ബിറു, സ്വബറ യസ്ബിറു. അതായത് ഫഅല യഫഇലു, സ്വബറ യസ്ബിറു അല്ലെങ്കിൽ ഫഅല യഫഇലു വസ്നിലാണ് അത് വരുന്നത്. സ്വബറ യസ്ബിറു. അപ്പോ സ്വബറ യസ്ബിറുവിൽ നിന്ന് ഏത് സീഗയിലാണ്? നസ്ബിറു, നസ്ബിറു ഞങ്ങൾ, യസ്ബിറു അവൻ ക്ഷമിക്കുന്നു അല്ലെങ്കിൽ അവൻ ക്ഷമിക്കും, നസ്ബിറു ഞങ്ങൾ ക്ഷമിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു, നസ്ബിറു. അത് മുത്തക്കല്ലിം ജംആണ്, മുത്തക്കല്ലിം ജംആണ് അല്ലേ? അപ്പോ ലൻ നസ്ബിറ, ലൻ നസ്ബിറ, ലൻ നസ്ബിറ, ലൻ നസ്ബിറ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ وَإِذْ قُلْتُمْ يَا مُوسَى قُلْتُمْ സുക്കൂനായ മീമുണ്ട് അവിടെ. സുക്കൂനായ മീമിന് ശേഷം യാ എന്ന അക്ഷരം വന്നാൽ, യാ എന്ന അക്ഷരം വന്നാൽ അവിടെ ഇദ്ഹാർ ചെയ്യണം, ഒരിക്കലും മണിക്കാൻ പാടില്ല. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ لَن نَّصْبِرَ സുക്കൂനായ നൂനിന് ശേഷം നൂൻ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ലൻ നസ്ബിറ മണിക്കണം. അതായത് ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. ഫലൻ നസ്ബിറ അല, ലൻ നസ്ബിറ, ലൻ നസ്ബിറ, ലൻ നസ്ബിറ എന്നല്ല, ലൻ നസ്ബിറ, ലൻ നസ്ബിറ. അപ്പൊ അവിടെ എന്താണ് ലൻ നസ്ബിറ എന്ന് വരാനുള്ള കാരണം? ലന്നിന് ശേഷം വരുന്ന ഫിഅൽ മുളാരി അത് മൻസൂബായി മാറും. അപ്പൊ ഇവിടെ എന്താകുന്നു? നസ്ബിറു എന്നത് ലമീർ ള ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക, ലമീർ. അത് ഫാഇല് അവിടെ ഞാൻ നേരത്തെ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ മുസ്തതിർ എന്നൊരു പ്രയോഗം ആവശ്യമില്ല, ലമീർ എന്ന് മാത്രം മതി. കാരണം മുസ്തതിർ സംബന്ധിച്ച് നമ്മൾ വേറെ പറയും, മുസ്തതിർ ആയി വരുന്നത്. അപ്പം ലമീർ മുസ്തതിർ എന്ന് തൽക്കാലം പറയണ്ട. ലമീർ മബ്നിയുൻ അലാ നസ്ബിറ. അല്ല, ലമീർ അതിന്റെ തഖ്ദീർ എന്താണ്? നഹ്നു ആണ് അല്ലേ? ലമീർ തഖ്ദീറുഹു നഹ്നു. ചില സന്ദർഭങ്ങളിൽ മുസ്തതിറാകും, ചില സന്ദർഭങ്ങളിൽ മുസ്തതിർ അല്ലാതെയാകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ മുസ്തതിർ എന്ന് നമ്മളതിനെ ലമീർ മുസ്തതിറിനെ കുറിച്ച് പ്രത്യേകമായി പഠിക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾ പലപ്പോഴും നമ്മളത്
പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മുസ്തതിറിന്റെ പ്രയോഗം ഞാൻ കൃത്യമായി പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഇവിടെ നസുബിറ എന്ന് പറയുമ്പം നസുബിറു മുവാരി ആയതുകൊണ്ട് അത് മുസ്തതിറിൽ തന്നെയാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലന്നസുബിറ അലാ തുആമിൻ. അപ്പോൾ ഇവിടെ ലന്നസുബിറ അത് നസുബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലന്നസുബിറ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ലന്നസുബിറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കുകയില്ല, ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കുകയില്ല. വഇദ് ഖുൽതും യാ മൂസ, നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക. ലൻ നസ്ബിറ, ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല. അതാണ് ലൻ ഉപയോഗിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ്. ലൻ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ലൻ ഉപയോഗിക്കുക. അതിനുശേഷം വരുന്ന ഫിഅല് മുളാരിയ തന്നെയായിരിക്കണം. ആ ഫിഅല് മുളാരിയ മൻസൂബും ചെയ്യപ്പെടും. കാരണം ലന്ന് നവാസിബിൽപ്പെട്ടതാകുന്നു, നസ്ബ് ചെയ്യുന്ന ഹർഫിൽപ്പെട്ടതാകുന്നു. അപ്പോൾ ലൻ നസ്ബിറ അലാ തുആമിൻ, അലാ തുആമിൻ, അല എന്ന് പറഞ്ഞാൽ ഹർഫ് ജറാണ് അല്ലെ, ഹർഫ് ജറാണ്. അലാ തുആമിൻ, അലാ തുആമിൻ. ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആയിരിക്കും അല്ലെ, ഇസ്മ മജ്റൂറാണ് തുആമിൻ. തുആമുൻ എന്നുള്ളത് തുആമിൻ എന്നായി മാറാനുള്ള കാരണം അതിനു മുമ്പ് ഹർഫ് ജറ് വന്നു. അതുകൊണ്ട് അലാ തുആമിൻ. സാധാരണ നിലക്ക് ഏതൊരു ഇസ്മും മർഫൂ ആണ്, ഏതൊരു ഇസ്മും സാധാരണ നിലക്ക് മർഫൂ ആണ്. പക്ഷേ തുആമുൻ എന്നാണ് ആ മർഫൂ ആയ രൂപം. പക്ഷെ ഇവിടെ അത് മജ്റൂറായി മാറി, കാരണം അതിനു മുമ്പിൽ ഒരു ഹർഫ് ജറ് വന്നതുകൊണ്ട്. അലാ തുആമിൻ വാഹിദിൻ, ഇവിടെ തുആമുൻ, തുആമുൻ വാഹിദുൻ. തുആമുൻ വാഹിദുൻ എന്താണ്? തുആമുൻ വാഹിദുൻ തുആമുൻ വാഹിദുൻ. നമ്മള് അദദുകളെ കുറിച്ച് പഠിച്ചപ്പോ ഒന്നിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ അതിനുശേഷം വരുന്നത് അത് നഅത്ത് എന്ന രൂപത്തിലല്ല, മറിച്ച് ആ തുആമുൻ വാഹിദുൻ എന്ന് പറയുമ്പോ തൗക്കീദിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദദിനെ കുറിച്ച് പഠിച്ചപ്പോ തുആമുൻ വാഹിദുൻ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോ ഇവിടെ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില പണ്ഡിതന്മാരൊക്കെ അതിന് നഅത്തായിട്ട് വിശദീകരിച്ചവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കൂടുതൽ ശരിയായി വരുന്നത് അത് അവിടെ തുആമുൻ എന്നതിന് ശേഷം അതിന്റെ അദദായി വരുന്നതാണ്. അദദ് സാധാരണ വാഹിദിനും ഇസ്നാനിക്കും ഉള്ളത് അദദ് മഅദൂദ് അദദിനെ മുൻകടക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദദ് മഅദൂദിനെ മുൻകടക്കും, അല്ല മഅദൂദ് അദദിനെ മുൻകടക്കും. സാധാരണ നിലക്ക് ഒന്നും രണ്ടും അല്ലാത്ത അതിന് ശേഷം വരുന്നതിലൊക്കെ മഅദൂദാണ് പിറകെ വരിക, അദദ് ആദ്യം വരും. മനസ്സിലാവും, നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ തുആമുൻ വാഹിദുൻ ഒരു ഭക്ഷണം. പക്ഷെ ഈ ആയത്തിന്റെ യഥാർത്ഥമായ അർത്ഥം പരിശോധിക്കുമ്പോൾ ഒരേ ഭക്ഷണം എന്നാണ്, ഒരേ ഭക്ഷണം, ഒരേ ടൈപ്പ് ഭക്ഷണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്ന തുആമുൻ വാഹിദുൻ എന്ന ഈ ആയത്തിൽ പറഞ്ഞ ഈ പ്രയോഗത്തിൽ വാഹിദ് എന്നത് നഅത്തായിട്ടാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുള്ളത്. അത് നഅത്തായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഒരേ ഭക്ഷണം എന്ന അർത്ഥത്തിലാണത് വന്നിട്ടുള്ളത്.
ഒരു ഭക്ഷണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരേ ടൈപ്പ് ഭക്ഷണം, എന്താണ് ആ ഭക്ഷണത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ത്വആമുൻ വാഹിദുൻ, അവിടെ അത് വാഹിദ് എന്നത് നഅത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അലാ ത്വആമിൻ വാഹിദിൻ, അപ്പൊ ആ അർത്ഥത്തിൽ, ആ വിശദീകരണത്തിൽ ത്വആമിൻ വാഹിദിൻ എന്ന് പറയുമ്പോൾ അത് നഅത്ത് മൻഊത്തിനെ ഇഅ്റാബിൽ പിന്തുടരുന്നു എന്നാണ്. മനസ്സിലായത്? നഅത്ത് മൻഊത്തിനെ ഇഅ്റാബിൽ പിന്തുടരുന്നു. അപ്പോൾ ത്വആമിൻ വാഹിദിൻ وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ طَعَامٍ وَاحِدٍ, അവിടെ എന്താണ് നിയമം? എന്താണ്? لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ طَعَامٍ وَاحِدٍ. അവിടുത്തെ തജ്വീദ് നിയമം എന്താണ്? ഇദ്ഗാം ബിഗുന്നത്താണ്. طعام واحد فادع لنا طعام واحد فادع لنا واحد فادع واحد فادع واحد فادع. അവിടെ തൻവീനു ശേഷം ആദ്യത്തേതിൽ ത്വആമിൻ വാഹിദിൻ തൻവീനു ശേഷം വാവ് വന്നു. തൻവീനു ശേഷം വാവ് വന്നാൽ അത് ഇദ്ഗാം ബിഗുന്നയാണ്. എന്നാൽ തൻവീനു ശേഷം ഫായ് വന്നാൽ അത് ഇഖ്ഫാ ആണ്, മറച്ച് മണിച്ചോതുകയാണ് വേണ്ടത്. ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ ഫദ്ഉ വാഹിദിൻ ഫദ്ഉ ലനാ ഫദ്ഉ ലനാ ഫദ്ഉ ലനാ. ഇവിടെ ഒന്നുകൂടി പറയാം. വൈദ് ഖുൽതും യാ മൂസ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക. മൂസ, യാ മൂസ, ഏ മൂസ, ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ, ഒരേ തരം ഭക്ഷണത്തിലായിക്കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുകയില്ല തന്നെ. ഫദ്ഉ ലനാ, അതിനാൽ, ഫദ്ഉ ലനാ, അതിനാൽ താങ്കൾ പ്രാർത്ഥിക്കുക. ഫദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി, ലനാ ഞങ്ങൾക്ക് വേണ്ടി. ഫദ്ഉ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ, അതിനാൽ എന്ത് ഫ ആയിരിക്കും? അത് ഇസ്തിനാഫിന്റെ വാവായിട്ടാണ്, ഫ ആയിട്ടാണ് അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിനാൽ فادعوا لنا ادعوا دعا يدعو دعا يدعو دعا يدعو. അതിൽ നിന്നുണ്ടാകുന്ന, അപ്പോൾ ഇങ്ങനെയാണ് വരിക, ദഅ, ശ്രദ്ധിക്കുക, യദ് ഉ, ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരം ഫിഅലുകളിൽ, മുഅ്തല്ലായി വരുന്ന ഇത്തരം ഫിഅലുകളിൽ അതിന്റെ അംറ് രൂപപ്പെടുന്നത്, ഇവിടെ ടൈപ്പ് ചെയ്യപ്പെട്ടതുപോലെ ഇല്ലത്തിന്റെ ഹർഫിനെ ഹദഫ് ചെയ്തുകൊണ്ടാണ്, ഇല്ലത്തിന്റെ ഹർഫിനെ ഹദഫ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് അത് മബ്നിയായി തീരുന്നത്. ഇവിടെ
യദുഉ എന്നതിലെ വാവ് നഷ്ടപ്പെടുന്നു. യദുഉ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഐന് ലമ്മാണ്. അതുകൊണ്ട് ആദ്യത്തേതിന് ഉ എന്നായി മാറുന്നു. എന്നിട്ട് ഉദുഉ എന്നായി മാറുന്നു. ഇതാണ് അതിന്റെ ഫിഅൽ അംർ. ഇത് ഫിഅൽ അംറാണ്. അപ്പോൾ ഫ ഉദുഉ എന്നാണ്. ഫ കൂട്ടണം ഉദുഉ. അതാണ് ഫദുഉ എന്ന് പാരായണം ചെയ്യപ്പെടുന്നത്. ഫ ഉദുഉ. ഉദുഉ നീ വിളിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ ക്ഷണിക്കുക എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ അർത്ഥം ഫദുഉ നീ, അതിനാൽ താങ്കൾ പ്രാർത്ഥിക്കുക എന്നർത്ഥം. അതിലുള്ള ഉദുഉ എന്നതിലുള്ള ഫായില് തഖ്ദീറുഹു അൻത. ഇൻഷാ അല്ലാഹ് രണ്ട് വിഷയത്തിലുള്ള പ്രത്യേക ക്ലാസുകൾ അൽ ബലാഗ വിദ്യാർത്ഥികൾക്ക് ഉള്ള രണ്ട് വിഷയത്തിലുള്ള പ്രത്യേക ക്ലാസുകൾ, ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളിലുള്ള പ്രത്യേക ക്ലാസുകൾ. ഒന്ന് വിഷയം ലമീർ മുസ്തത്തിറിനെ കുറിച്ചുള്ള ഒരു ക്ലാസും, അതുപോലെ തസ്രീഫ് അൽ ഫിഅൽ അൽ മുഅ്തൽ, തസ്രീഫ് അൽ ഫിഅൽ അൽ മുഅ്തൽ, അതുപോലെ ഹംസ അൽ മുതതർരിഫ. ലമീർ മുസ്തതിർ. ഈ മൂന്ന് വിഷയത്തിലുള്ള പ്രത്യേകമായ ക്ലാസ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുന്നതാണ്. കാരണം പലപ്പോഴും പലരും സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ഈ വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സാധാരണ നിലക്കുള്ള നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളിൽ അത്രയേറെ പ്രാധാന്യപൂർവം കടന്നു വരാത്തത് വിഷയം കൂടിയായതുകൊണ്ട് പൊതുവിൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. അതുകൊണ്ട് ഈ മൂന്ന് വിഷയം നമ്മൾ മനസ്സിലാക്കൽ വളരെ അനിവാര്യവുമാണ്. പലപ്പോഴും നമ്മുടെ നൂറുൽ ഖുർആന്റെ ക്ലാസ്സിൽ ഇത് ഈ ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രയാസം പലർക്കും നേരിടാറുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലുള്ള ക്ലാസ്സുകൾ ഉടനെ സംഘടിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫദുഉ ലന, ഫദുഉ ലന ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി. ലന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്നർത്ഥം. ലാമ് ഇതാണ് ലന. ലാമ് ഹർഫ് ജറ, ഹർഫ് ജറ. പിന്നെ അവിടെ നാ എന്ന് വരുന്നത് വമീർ മബ്നിയുൻ അല സുക്കൂനാണ്. ഫി മഹല്ല് ജർ, കാരണം അതിന് തൊട്ട് മുമ്പ് ഫി മഹല്ല് ജർ, തൊട്ട് മുമ്പുള്ള ഹർഫ് അത് ഹർഫ് ജർ ആയതുകൊണ്ട്. മനസ്സിലായല്ലോ? فادع لنا ربك,
ഫദ്ഉ ലനാ റബ്ബക, നിന്റെ രക്ഷിതാവിനോട്. റബ്ബക റബ്ബക എന്നാണ്. റബ്ബുക എന്നാൽ റബ്ബുൻ, റബ്ബുൻ രക്ഷിതാവ് അല്ലേ, റബ്ബുൻ രക്ഷിതാവ്. അതിലേക്ക് റബ്ബുക എന്ന് പറയുമ്പോൾ നിന്റെ രക്ഷിതാവ്, ലമീർ മുത്തസില് ചേർന്ന് വരുന്നു. നമ്മളെ അൽ ബലാഗ ക്ലാസ്സിലെ ഗ്രേഡ് 1 വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്. റബ്ബുൻ ഏതൊരു വസ്തുവിലേക്കും ഇങ്ങനെ നമ്മൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു, ഈ വമീറുകളിൽ നിന്ന് ഉള്ള വമീറുകൾ അതിനുശേഷമായി അത് മുത്തസിലായി ചേർന്ന് വരുന്നത്. ഇവിടെ അൻത, റബ്ബ് എന്നതിനോട് അൻത എന്ന വമീർ ചേർന്ന് വന്നുകൊണ്ട് നിന്റെ രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ ആണ് റബ്ബുക എന്ന് കടന്നു വരുന്നത്. റബ്ബുൻ എന്നതിലേക്ക് അൻത എന്ന വമീറിന്റെ ആ കടന്നു വരികയും അങ്ങനെ അത് വമീർ മുത്തസിലായി തീരുമ്പോൾ അത് റബ്ബുക എന്നായിത്തീരുന്നു, നിന്റെ രക്ഷിതാവ് എന്നാണ് അതിന്റെ അർത്ഥം, താങ്കളുടെ രക്ഷിതാവ് എന്നർത്ഥം. റബ്ബുക, അപ്പോ അവിടെ റബ്ബക ഫദ്ഉ, താങ്കൾ പ്രാർത്ഥിക്കുക, താങ്കൾ പ്രാർത്ഥിക്കുക. അവിടെ ഫാഇൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അൻത, താങ്കളാണ്, താങ്കൾ പ്രാർത്ഥിക്കുക. മഫ്ഊലായി വരുന്നത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? റബ്ബക, നിന്റെ രക്ഷിതാവിനോട്. അപ്പൊ റബ്ബക എന്നാവാനുള്ള കാരണം അത് എന്താകുന്നു? മൻസൂബായി വരുന്നു. കാരണം മഫ്ഊൽ ബിഹി മൻസൂബായി വരുന്നു എന്നർത്ഥം. പിന്നെ റബ്ബുക എന്നത് മുളാഫ് ഇലൈഹി കൂടിയാകുന്നു. റബ്ബുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള കാഫ്, അവിടെയുള്ള കാഫിന്റെ സ്ഥാനം എന്താകുന്നു? അൽ കാഫു വമീറുൻ മബ്നിയുൻ അലൽ ഫത്ഹി. റബ്ബുക അത് വമീറാണ്, മബ്നിയുൻ അലൽ ഫത്ഹി, വമീർ മുത്തസിലാണ് എന്ന് പറയാം. ഫി മഹല്ല് ജർറ് മുളാഫ് ഇലൈഹി, ഫി മഹല്ല് ജർറ് മുളാഫ് ഇലൈഹി. മനസ്സിലായല്ലോ? മുളാഫ് ഇലൈഹി. അപ്പോ وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ. നമുക്കറിയാം ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, ഖറജ പുറപ്പെട്ടു. യഖ്റുജു പുറപ്പെടുന്നു. ഖറജ യഖ്റുജു, ഉഖ്റുജ് നീ പുറപ്പെടുക അല്ലേ. ഇവിടെ അത് ഫഅല യഫ്ഉൽ വസ്നിൽ വരുന്ന ഒരു ഫിഅലാണ്. പക്ഷെ ഇവിടെ അഖ്റജ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഖ്റജ, ഖറജ എന്നത് മുജറദാണെങ്കിൽ, അഖ്റജ സുലാസി മുജറദാണെങ്കിൽ അഖ്റജ എന്നത് സുലാസി മസീദാകുന്നു. സുലാസി ഫിഅലിൽ നിന്നുണ്ടാകുന്ന മസീദാകുന്നു അഖ്റജ. അഫ്അല വസ്നിൽ, അതെ അഫ്അല വസ്നിൽ വരുന്നതാണ് അഖ്റജ. അഖ്റജ യുഖ്രിജു, അഖ്റജ യുഖ്രിജു, അഖ്റജ യുഖ്രിജു. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, അഖ്റജ പുറപ്പെടുവിച്ചു. മനസ്സിലായല്ലോ? പുറപ്പെടുവിച്ചു എന്നർത്ഥം. അപ്പോ പുറപ്പെടുവിച്ചു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉൽപ്പാദിപ്പിച്ചു എന്നർത്ഥം, ഉൽപ്പാദിപ്പിച്ചു എന്നർത്ഥം. അഖ്റജ യുഖ്രിജു. അപ്പോ യുഖ്രിജു എന്നതിന് പകരം ഇവിടെ യുഖ്രിജ് എന്നാണ് വന്നിട്ടുള്ളത്. യുഖ്രിജ്, യുഖ്രിജ്. ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ, യുഖ്രിജ് ലനാ. ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ.
യുഖ്രിജ് ലന. എന്താണ് അതിനുള്ള കാരണം? യുഖ്രിജ് അവിടെ അംറ് വരുന്നില്ലല്ലോ. അതെ, മജ്സൂമ് ആണ് എന്നുള്ളത് അതിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്, മജ്സൂമാണ് എന്നത് അതിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യുഖ്രിജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീമിന് സുക്കൂനായി വരുന്നത്, പ്രത്യേകിച്ച് ഫിഅ്ൽ മുളാരി അവസാനത്തെ അക്ഷരം അത് സുക്കൂനായി വരുമ്പോൾ തന്നെ അത് മജ്സൂമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മജ്സൂമാണ്. പക്ഷേ യുഖ്രിജ് എന്ന് പറയുമ്പോൾ അഖ്റജ യുഖ്രിജു ഫിഅ്ൽ മുളാരിയാണ്. ഫിഅ്ൽ മുളാരി മജ്സൂമാണ്. ഫിഅ്ൽ മുളാരി മജ്സൂമാണ്. ഇതിനുള്ള കാരണം ജവാബ് ത്വലബ് എന്നാണ് ഇതിന് പറയുക. ജവാബ് ത്വലബ്, അതായത് ഒരു കാര്യം ആവശ്യപ്പെട്ടതിന് ശേഷം ആ ആവശ്യത്തിന്റെ ഉത്തരമായി വരുന്ന ഫിഅൽ അത് മജ്സൂമായിരിക്കും എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ആവശ്യപ്പെടുകയാണ്? ഫദ്ഉ ലനാ റബ്ബക, നീ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക, അവൻ ഉൽപ്പാദിപ്പിച്ച് തരട്ടെ എന്നർത്ഥം. അവൻ ഉൽപ്പാദിപ്പിച്ച് തരട്ടെ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇവിടെ ഫുർഖാൻ സൂചിപ്പിച്ചതുപോലെ ഫിഅ്ൽ അംറിൻ്റെതായ ഒരു സ്വഭാവം, അതായത് ലിയുഖ്രിജ്, അതായത് അംറ് ഗായിബിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടെ ലിയഫ്അൽ എന്നത്? ഇപ്പോൾ ലിയുഖ്രിജ്, ഇവിടെ ലിയുഖ്രിജ് എന്ന് പറഞ്ഞാൽ അവൻ ഉൽപ്പാദിപ്പിക്കട്ടെ എന്നർത്ഥം. പക്ഷെ ഇത് നേർക്ക് നേരെ ഫിഅ്ൽ അംറ് ആവുന്നില്ല. കാരണം ഫിഅ്ൽ അംറിന്റെ അതിന് ഉപയോഗിക്കുന്ന അദാത്ത് ഇവിടെ വന്നിട്ടില്ല. ഫിഅ്ൽ അംറ് ഗായിബിന് ഉപയോഗിക്കപ്പെടേണ്ടുന്ന അദാത്തുകൾ ഉപയോഗിക്കപ്പെടാതെ തന്നെ നേർക്ക് നേരെ ഫിഅ്ൽ മുളാരിനെ മജ്സൂമാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെടുകയും അതിനുശേഷം അതിനൊരു ജവാബായി വരികയും ചെയ്യുന്ന ഫിഅലിനെ അത് ജസ്മ് ചെയ്യപ്പെടും എന്ന നിയമത്തിലാകുന്നു ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ എന്നാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? فادع لنا ربك يخرج لنا مما يخرج لنا, നേരത്തെ പറഞ്ഞ ലന എന്നത് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ലന ഞങ്ങൾക്ക് വേണ്ടി എന്നത്. ഫദ്ഉ ലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, താങ്കൾ പ്രാർത്ഥിക്കുക താങ്കളുടെ രക്ഷിതാവിനോട്, യുഖ്രിജ് ലന ഞങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തരട്ടെ. മിമ്മാ തുംബിതു ശ്രദ്ധിക്കാം. മിമ്മ എന്നാണ് ഇത് യഥാർത്ഥത്തിൽ മിൻ കൂട്ടണം മ, ഇത് ചേർത്തതാണ് മിമ്മ. അപ്പൊ മിൻ എന്നത് ഹർഫ് ജറാണ്. മാ എന്നത് എന്താണ്? ഇസ്മ മൗസൂലാണ്. ശരി, ഇസ്മ മൗസൂൽ. മിൻ
മാ. അപ്പൊ എന്താണ്? യാതൊന്നിൽ നിന്നും എന്നർത്ഥം. യാതൊന്നിൽ നിന്നും. മിമ്മ എന്ന് പറയുമ്പോ യാതൊന്നിൽ നിന്നും എന്നർത്ഥം. ഇവിടെ മിമ്മ എന്ന് പറയുന്ന മാ എന്നത് സുക്കൂനിൽ മബിനിയാണത്. മാ എന്നത് സുക്കൂനിൽ മബിനിയാണ്. പക്ഷെ അതിന്റെ സ്ഥാനം എന്തായിരിക്കും? മാ എന്നിടത്ത് ഫി മഹല്ല് ജറായിരിക്കും അല്ലെ? ഫി മഹല്ല് ജറായിരിക്കും. മിമ്മ തുംബിതു. തുംബിതു നബത اسم موصول مبني على السكون في محل جر اسم مجرور. അതെ, നബത യംബുതു. മുളക്കുക. നബത്ത എന്ന് പറഞ്ഞാൽ മുളച്ചു എന്നർത്ഥം. യംബുതു അതിന്റെ മുളാരി മുളക്കുന്നു എന്നർത്ഥം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബത്ത എന്നത് മുളച്ചു, യംബുതു മുളക്കുന്നു. അതിന്റെ അഫ്അല വസനിലാണ് അൻബത്ത. അൻബത്ത യുൻബിതു. അൻബത്ത യുൻബിതു അതിന്റെ അഫ്അല വസനിലാണ് അത് വരുന്നത്. അപ്പോ മിമ്മ തുംബിതു. അവിടെ സലാം മിമ്മ തുംബിതു. മിമ്മ മീമിന് ശബ്ദമുള്ളത് കൊണ്ട് മണിക്കണം. പിന്നെ അതിന് ശേഷം തുംബിതു. ആ മുസ്ഹഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സുക്കൂനായ നൂനിന് അതിന്റെ കൂടെ ചെറുതായിട്ടൊരു മീം എഴുതിയിട്ടുണ്ടാവും. അതായത് അതിന് ശേഷം വരുന്ന അക്ഷരം ബ ആയതുകൊണ്ട് ഇഖ്ലാബിന്റെ നിയമമാണ് ഉള്ളത്. ഇഖ്ലാബിന്റെ നിയമമാണ്. അപ്പോ തുൻബിതു എന്നത് തുംബിതു എന്നാണ് പാരായണം ചെയ്യപ്പെടുക. എന്താണ്? തുംബിതു. നൂനിന് ശേഷം, സുക്കൂനായ നൂനിന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ അത് പാരായണം ചെയ്യപ്പെടേണ്ടത് തുംബിതു. അതിനാണ് ഇഖ്ലാബ് എന്നുള്ള നിയമം പറയുന്നത്. ലനാ മിമ്മ തുംബിതുൽ അർദു. മിമ്മ തുംബിതു. അംബത യുംബിതു. അംബത യുംബിതു. അപ്പൊ ഇവിടെ തുംബിതു. തുംബിതു എന്നതിന്റെ സ്ഥാനം എന്തായിരിക്കും? സീഗ എന്താണ്? തുംബിതു എന്നതിന്റെ സീഗ എന്തായിരിക്കും? അംബത യുംബിതു. തുംബിതു. യുംബിതു. എന്താണ്? ആർക്കും ഹാദിറാണ്, മുഫ്രദാണ്, മുദക്കറാണ്. എന്താണ്? ഹാദിറാണ്, മുഫ്രദാണ്, മുദക്കറാകുന്നു. അപ്പൊ തുംബിതു എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പത്ത യുംബിതു. തുംബിതു എന്ന് പറഞ്ഞാൽ നീ മുളപ്പിക്കുന്നു എന്നർത്ഥം. നീ മുളപ്പിക്കുന്നു. അപ്പോ നബത്ത മുളച്ചു, അമ്പത്ത മുളപ്പിച്ചു. അർത്ഥം വ്യത്യാസം മനസ്സിലാക്കുക. നബത്ത മുളച്ചു, അമ്പത്ത മുളപ്പിച്ചു. അമ്പത്ത യുംബിത്തു മുളപ്പിക്കുന്നു, തുംബിത്തു നീ മുളപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ മിമ്മ തുംബിത്തു നീ മുളപ്പിക്കുന്നതിൽ നിന്ന് എന്നർത്ഥം. നീ മുളപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് പുറപ്പെടുവിപ്പിച്ചു തരിക, ഉൽപ്പാദിപ്പിച്ചു തരിക എന്നർത്ഥം. മിമ്മ തുംബിത്തു അല്ല, അങ്ങനെയല്ല. മിമ്മ തുംബിത്തു. ഒന്നുകൂടി നോക്കുക എല്ലാവരും. തുംബിത്തു അൽ അർദു എന്നാണ്. തുംബിത്തു അൽ അർദു. ഇവിടെ ഫാഇലാരാണ്? തുംബിത്തു അൽ അർദു.
തുംബിതു അൽ അർദു, ഭൂമി മുളപ്പിക്കുന്നതാണ്. ഭൂമി അൽ അർദ് മുഅന്നസാണ്, അതുകൊണ്ടാണ് തുംബിതു എന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഹാദിർ മുഫ്രദ് മുദക്കർ അല്ല, മറിച്ച് അത് മുഅന്നസാണ്. എന്താണ്? ഗായിബ് മുഅന്നസാണ്. ഗായിബ് മുഫ്രദ് മുഅന്നസായിട്ടാണ് അത് വരുന്നത്. ഗായിബ് മുഫ്രദ് മുഅന്നസായിട്ടാണ് അത് വരുന്നത്. അപ്പോ തുംബിതു അൽ അർദു, ഭൂമി മുളപ്പിക്കുന്നത് എന്നാണ്. ഭൂമി മുളപ്പിക്കുന്നത്, നീ മുളപ്പിക്കുന്നതിൽ നിന്നും എന്നല്ല, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്നും എന്നാണ്. എന്നാൽ അതേസമയം തുംബിതു എന്നത് ഹാദിർ മുഫ്രദ് മുദക്കറിനും ഉപയോഗിക്കാവുന്നതാണ്, അല്ലേ? അതിനും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഭൂമിയിലേക്ക് ചേർത്ത് പറയുന്നു. ഭൂമിയെ മുഅന്നസായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പോ മിമ്മാ തുംബിതുൽ അർദു, അവിടെ അപ്പോ അമ്പത്ത യുംബിത്തു എന്നതിലുള്ള ഫാഇല് അർളാണ്. എന്താണ്? ഫാഇല് അർളാകുന്നു. ഫാഇല് മർഫൂആണ്, ഫാഇല് മർഫൂആണ്. അല്ലാഹു മിൻ ബഖ്ലിഹ, മിൻ ഹർഫ് ജർ, ബഖ്ല്, ഖിസ്സാ, ഫൂം, അദസ്, ബസൽ, 5 വസ്തുക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 5 വസ്തുക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ബഖൽ എന്ന് പറഞ്ഞാൽ ഇല വർഗം, അതായത് ചീര തുടങ്ങിയിട്ടുള്ള ഇല വർഗങ്ങൾക്ക് പറയുന്നതാണ് ബഖൽ. ഖിസ്സാ, വെള്ളരി അല്ലെങ്കിൽ നമ്മുടെ കക്കരി, കുക്കുംബർ, ഇതൊക്കെ പറയുന്നതിനാണ് ഖിസ്സാ എന്ന് പറയുക. ഫൂം, ഫൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അദസ് എന്ന് പറഞ്ഞാൽ പയർ വർഗങ്ങൾ, ഇതിൽ പരിപ്പ്, ഇതെല്ലാം ഉൾപ്പെടുന്നു. അദസ്. ബസല്, ഉള്ളി. മിൻ ബഖ്ലിഹ, മിൻ ബഖൽ, മിൻ വന്നതുകൊണ്ട് ബഖൽ എന്തായി മാറുന്നു? മിൻ ബഖൽ എന്തായി മാറുന്നു? ബഖൽ എന്ന് പറഞ്ഞാൽ അത് ഇസ്മ മജ്റൂറായി മാറുന്നു. ഇസ്മ മജ്റൂറായി മാറുന്നു. ബഖ്ലിഹ എന്ന് പറയുമ്പോൾ അതിലെ എന്ന് പറയുന്നത് ബഖ്ലിഹ, അതിലെ എന്ന് പറയുമ്പോൾ ഹ എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമിയിലേക്കാണ് പോകുന്നത്. മിൻ ബഖ്ലിഹ. വഖിസ്സാഇഹ, ശേഷം വരുന്ന വാവ് ഒക്കെ അത്ഫിന്റെ വാവാണ്. അവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഫഫൂമിഹ, വഅദസിഹ, വബസലിഹ. ഇവിടെ ബഖ്ലിഹ എന്ന് പറയുമ്പോൾ ഇസ്മു മജ്റൂർ ആണെങ്കിൽ ഖിസ്സാ എന്ന് പറയുന്നത് മഅ്തൂഫ് മജ്റൂറാണ്, അല്ലെ? മഅ്തൂഫ് മജ്റൂറാണ്. വഫൂമിഹ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മഅ്തൂഫ് മജ്റൂറാകുന്നു. കാരണം വാവിന് ശേഷം ഹർഫിന് ശേഷം വരുന്ന ഇസ്മ, അത് ഇസ്മ എന്താണ്? മഅ്തൂഫാണ്. മുമ്പ് പറയപ്പെട്ട മിൻ ബഖ്ലിഹ, അതിലേക്ക് തന്നെ അത്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മഅ്തൂഫായി വരുന്നതാണ്. അപ്പൊ മിൻ വന്നതുകൊണ്ട് ബഖ്ലിഹ, ആ മിന്ന് തന്നെ ഖിസ്സാഇഹ എന്നതിലേക്ക് വരുന്നു. കാരണം അവിടെ വാവ് എഴുതിയത് കൊണ്ട്. വഫൂമിഹ, വഅദസിഹ, വബസലിഹ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. സമയം വളരെ വൈകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ഉത്തമരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം അറിവുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവുകൾ വർദ്ധിക്കുന്തോറും വിനയം വർദ്ധിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.